ബാക്ക് ടു ARS ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത് പയ്യോളി മുതൽ വടകര വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ്. അപ്പോൾ നമ്മളെ പയ്യോളി മുതൽ വടകര ഏകദേശ വർക്കും നല്ല രീതിയിൽ പുരോഗമിച്ച ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പയ്യോളി ടൗണാണിത്. പയ്യോളി ടൗണിൽ നമ്മളെ എലിവേറ്റഡ് ഹൈവേ അല്ല, ഫ്ലൈ ഓവർ, നമ്മളെ പേരാമ്പ്ര കൊടായിപ്പാലം ഭാഗത്തേക്ക് പോകുന്ന ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്തുള്ള ഷട്ടറിങ് വർക്കൊക്കെ കഴിഞ്ഞു. അതേപോലെ തന്നെ ഇരു സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒടുവിൽ വർക്ക് കംപ്ലീറ്റായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ജൂൺ മാസത്തിന് മുന്നേ തന്നെ നമുക്ക് പുതിയ 6 വരിയിലൂടെ പയ്യോളി ഭാഗത്തൂടെ യാത്ര ചെയ്യാനും പറ്റും. കഴിഞ്ഞ കുറേ കാലമായൊരു സർവീസ് റോഡിലൂടെയൊക്കെ നമ്മൾ തെണ്ടിത്തിരിഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി യാത്ര ചെയ്തതിന് ഇനിയൊരു പരിഹാരമാകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ കാഴ്ചകളാണ് നമ്മളെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടുവന്നിരിക്കുന്നത് തീർത്ഥ ബാറാണ്. തീർത്ഥ ബാറിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ 6 വരിയുടെയും താറിങ് കഴിഞ്ഞു. അതേപോലെ ക്രാഷ് ബാരിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞു, പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ ട്രാക്ക് മാർക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ബ്ലാക്ക് കുറച്ച് നല്ല കട്ടിയുള്ള ബ്ലാക്കൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി താറിയതാണ്. അപ്പം നല്ല രീതിയിലുള്ള മാറ്റം ലെഫ്റ്റ് സൈഡിൽ. അതേപോലെ തന്നെ ഒരു ചാർജിങ് സ്റ്റേഷൻ കണ്ടോ നിങ്ങൾ, ലെഫ്റ്റ് സൈഡിൽ ഒരു പുതിയൊരു ചാർജിങ് സ്റ്റേഷൻ കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ വിശദമായിട്ട് പിന്നീട് ചെയ്യുന്നതാണ്. റൈറ്റ് സൈഡിൽ പെട്രോൾ പമ്പ്, അതേപോലെ തന്നെ ഈ പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി ഇതൊക്കെ റീസെൻ്റ്ലി ഏറ്റവും അവസാനമായിട്ട് താറിങ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ഹൈവേ കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പയ്യോളി മൂരാട് ഭാഗത്ത് കുറേ കാലമായിട്ട് ദുരന്തപരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് വലിയ മോചനം. അതേപോലെ തന്നെ നമ്മളെ ഇരിങ്ങൽ അയിനിക്കാട് ലെഫ്റ്റ് സൈഡിലുള്ള അയിനിക്കാട് പള്ളിയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്, ഖബർസ്ഥാൻ പള്ളി അയിനിക്കാട്. അത് കഴിഞ്ഞ് നമ്മൾ HP പെട്രോൾ പമ്പ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മറ്റേ HP പെട്രോൾ പമ്പ്. നേരത്തെ ഇതിൻ്റെ റൂഫൊക്കെ സർവീസ് റോഡിലേക്ക് ഇറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഇപ്പോൾ ലെവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കൾവേർട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ താറിങ് കുറച്ച് ഭാഗം നടക്കാൻ ബാക്കിയുള്ളത്. അതേപോലെ തന്നെ ഒരു നെയിം ബോർഡും കുറച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നെയിം ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷന് കാര്യങ്ങൾ, അതേപോലെ തന്നെ ക്യാമറകളും ഇൻസ്റ്റാൾ ചെയ്യും. ക്യാമറകളും സമീപ ഭാവിയിൽ തന്നെ ഈ ഭാഗത്ത് വരും. അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ട്രാക്കൊക്കെ മാർക്ക് ചെയ്തു കേട്ടോ, ട്രാക്ക് മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ മുകളിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള വർക്കാണ് എനിക്ക് കാര്യമായിട്ട് ഈ ഭാഗത്ത് നടക്കാനുള്ളത്. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ പില്ലറുകൾ, അതിൻ്റെ പൈപ്പുകളും പില്ലറുകളും ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള കാര്യമായിട്ടുള്ള പുരോഗമനം തന്നെ വാഗാട് ഈ ഭാഗങ്ങളിൽ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഏതാനും ചില ഭാഗങ്ങളിലുള്ള ക്രാഷ് ബാരിയറിൻ്റെയും ചില എൻട്രി എക്സിറ്റ് പോയിൻറ്റുകൾ, അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ തുടങ്ങിയ വർക്കുകൾ മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് കാര്യമായിട്ട് നടക്കാനുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്ത് ഇവിടെ ഒരു നെയിം ബോർഡ് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 6 വരിയുടെ ഭാഗത്ത് സെൻറ്ററിൽ നമുക്കവിടെ ഒരു കുഴിയൊക്കെ എടുത്തത് കാണാൻ സാധിക്കും. നെയിം ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള കുഴിയെടുത്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെ പാലോട് പാലത്ത് ഇത്തരത്തിലുള്ള ഫൗണ്ടേഷന് കൃത്യമല്ലാത്തത് കൊണ്ടാണ് അവിടെ അപകടം സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ നെയിം ബോർഡ് മറിഞ്ഞ് താഴെയൊക്കെ വീണു. ഒരു ടോറസ് വാഹനം ഇടിച്ചത് കൊണ്ടാണ് താഴെ മറിഞ്ഞ് വീണത്. അപ്പോൾ ടോറസ് വാഹനം ഇടിച്ചത് 100% തെറ്റാണ്. എന്നിരുന്നാലും ദേശീയപാതയിൽ ഇത്തരത്തിലുള്ള നെയിം ബോർഡുകളൊക്കെ സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സ്ഥാപിക്കേണ്ടത്. കാരണം ഹൈവേ ആണ്, ചില വാഹനങ്ങളൊക്കെ ഒരുപക്ഷെ നിയന്ത്രണം വിട്ട് വരാം. അപ്പോൾ അത്തരത്തിൽ നിയന്ത്രണം വിട്ട് വരുന്ന വാഹനങ്ങൾ ഇടിച്ചാൽ അത് മറ്റുള്ളവർക്ക് വലിയ അപകടം സംഭവിക്കുന്ന രീതിയിൽ ഒരിക്കലും സ്ഥാപിക്കാൻ പാടുള്ളതല്ല. അതിൻ്റെ ഫൗണ്ടേഷൻ വളരെ കൃത്യമായിട്ട് സ്ഥാപിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ ആ സമയത്ത് അതിൻ്റെ കാഴ്ചകൾ കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമ്മൾ നേരെ വടകര ഭാഗത്തേക്ക് തന്നെ, മൂരാട് ഭാഗത്തേക്ക് തന്നെ അത്തരക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ 6 വരി പൂർണ്ണമായി വർക്ക് കഴിഞ്ഞു. സർവീസ് റോഡിൻ്റെ ഇരു സൈഡിലെ സർവീസ് റോഡിൻ്റെ താറിങ് കഴിഞ്ഞു. അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ സ്ലാബുകളൊക്കെ പൊട്ടിയതൊക്കെ കോൺക്രീറ്റ് ചെയ്തൊരു കാഴ്ച. പിന്നെ അതേപോലെ തന്നെ ട്രാക്ക് മാർക്കിംഗ് ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞ ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ അയിനിക്കാട് ഭാഗത്താണ്, അയിനിക്കാട് ഭാഗത്തുള്ള അണ്ടർ പാസേജാണിത്. ആ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുള്ള വർക്കും പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജാണ്. ആ അണ്ടർ പാസേജിനിടയിൽ സ്ട്രീറ്റ് ലൈറ്റും ലൈറ്റ് കാര്യങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ നമ്മൾ അയിനിക്കാട് ഭാഗങ്ങളിൽ പുതിയ ഒരുപാട് ഷോറൂമുകളും വന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. മഹീന്ദ്രയുടെ ഷോറൂം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റിനോൾട്ടിൻ്റെ ഷോറൂം വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് ഷോറൂമുകളും ഇപ്പോൾ ഈ അയിനിക്കാട് ഭാഗങ്ങളിൽ
ഇടം പിടിച്ച ഒരു കാഴ്ച കാണാൻ സാധിക്കും. അപ്പോൾ 6 വരിയും പൂർണ്ണമായി ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ ജൂണിന് മുന്നേ, മഴയ്ക്ക് മുന്നേ തന്നെ ഈ ഭാഗങ്ങളിൽ 6 വരിയിലൂടെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വടകരയുടെ വർക്കും മൂരാടിന് ശേഷം ഇപ്പം പാലോളി പാലം വരെ SP ഓഫീസ് വരെ 6 വരിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാര്യമായിട്ട് വർക്ക് കഴിയാനുള്ളത് നമ്മുടെ SP ഓഫീസിൻ്റെ ഭാഗം മുതൽ കൈനാട്ടിയല്ല കുഞ്ഞിപ്പള്ളി വരെയുള്ളതാണ്. ആ കുഞ്ഞിപ്പള്ളി വടകരയുടെ വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴിക്കോടേക്ക് യാത്ര ചെയ്യാൻ യാതൊരു തടസ്സമില്ലാതെ നമുക്ക് അറ്റ്ലീസ്റ്റ് നന്ദി വരെ എത്തിച്ചേരാൻ കഴിയും. പിന്നെ നന്ദിയിൽ നിന്ന് പിന്നെ നമ്മൾ ചെങ്ങോട്ടുകാവ് ആ പുതിയ ബൈപ്പാസിൻ്റെ വർക്കാണ് കാര്യമായിട്ട് നടക്കാനുള്ളത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ്. അതിനിടയിൽ ഇപ്പം പുതിയ 6 വരിയിലൂടെ ചില വാഹനങ്ങൾ പോകുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ നിങ്ങൾ ഇടിച്ചത് കാണാൻ സാധിക്കും. ഒരു ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ട് പുതിയൊരു ഓട്ടോറിക്ഷയാണ് ഇടിച്ച് ഇഞ്ചപ്പരിവായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇരിങ്ങലാണ്. നമ്മളെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അവിടെ നേരത്തെ അണ്ടർ പാസേജില്ലായിരുന്നു. ആളുകൾ ഒരുപാട് സമരത്തിന് ചെയ്തതിന് ശേഷം ആ വർക്ക് നടന്ന പ്രദേശത്ത് 6 വരി താറിങ് കഴിഞ്ഞ പ്രദേശത്ത് വീണ്ടും പൊളിച്ചതിന് ശേഷം ക്രാഷ് ബാരിയർ മറ്റു കാര്യങ്ങളൊക്കെ പൊളിച്ച് മാറ്റിയതിന് ശേഷം അപ്രോച്ച് റോഡിനോട് ചേർന്ന് അണ്ടർ പാസേജും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മണ്ണൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ്, ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജ്, ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യമുള്ള രീതിയിൽ അണ്ടർ പാസേജ്. നേരത്തെ പറഞ്ഞ നമ്മളെ ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്റ്റീൽ പില്ലറുകളാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഇരിങ്ങൽ ഭാഗത്താണ് നമ്മൾ ഈ പയ്യോളി മുതൽ മൂരാട് വരെയുള്ള ഭാഗം എടുത്തു നോക്കിയാൽ കാര്യമായിട്ട് ഇപ്പം വർക്ക് നടക്കാനുള്ളത് ഈ ഒരു അണ്ടർ പാസേജ് നടക്കുന്ന ഇരിങ്ങലിൻ്റെ ഈ ഒരു ഭാഗത്താണ്. നേരത്തെ ഇവിടെ 6 വരിയുടെ താറയും കഴിഞ്ഞതായിരുന്നു. അതിനുശേഷം ഈ ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജ് വന്നതിന് ശേഷം താറയും കഴിഞ്ഞ പ്രദേശങ്ങളൊക്കെ പൊളിച്ച് മാറ്റി വീണ്ടും ദേശീയപാത നിർമ്മിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അപ്പോൾ ഇരിങ്ങൽ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണൊക്കെ അടിച്ച് ഇപ്പോൾ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇരിങ്ങൽ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട കാഴ്ച. അടുത്തത് നമ്മളെ മാങ്ങൂൽപ്പാറ എന്ന് പറയുന്ന പ്രദേശമാണ്. മാങ്ങൂൽപ്പാറയിൽ പാറയുടെ അവശിഷ്ടങ്ങൾ, പാറയുടെ ഭാഗങ്ങൾ കിടക്കുന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് മരുന്നൊക്കെ വെച്ചുകൊണ്ട് പാറ പൊട്ടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് പാറ പൊട്ടിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഭാഗം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ മാങ്ങൂൽപ്പാറയും ഓയിൽ മില്ലിൻ്റെയും ഇടയിലുള്ള പണ്ടേ ഉണ്ടായിരുന്ന ഒരു ചെങ്കുത്തായ കയറ്റമാണ്. ആ കയറ്റം ഈ പാറയുള്ളത് കൊണ്ട് കംപ്ലീറ്റ് കട്ട് ചെയ്ത് താഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു പരിധി വരെ ഇപ്പം വാകാട് താഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഇതൊക്കെ മെഷീനാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെയാണ് ഇരിങ്ങൽ പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കണ്ട ആളുകൾ നിന്ന് ഇവിടെയാണ് ഇരിങ്ങൽ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് കുറച്ച് താഴ്ത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ഓയിൽ മില്ലാണ്. ഓയിൽ മില്ലിൻ്റെ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജിൻ്റെ വർക്കും പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ മഹീന്ദ്രയുടെ ഷോറൂമിൻ്റെ ആ ഒരു ഭാഗത്താണ് കുറച്ച് വർക്ക് നടക്കാൻ ബാക്കിയുള്ളത്. അതേപോലെ തന്നെ ഓയിൽ മില്ലിൻ്റെ ആ ഒരു ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു മണ്ണ് കറക്റ്റ് ഫില്ലാത്തത് കൊണ്ട് താഴ്ന്നു പോയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ ഭാഗം പൊട്ടിച്ച് കംപ്ലീറ്റ് നീക്കിയതിന് ശേഷം മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും റീതാറിങ്ങാണ്. ഈ ഭാഗത്ത് താറിങ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെ പൊട്ടിച്ചതായിരുന്നു. കഴിഞ്ഞ ഏതാനും ചില ആഴ്ചകൾക്ക് മുന്നേ ആ ഭാഗത്ത് പൊട്ടിച്ചിട്ട് മണ്ണ് കറക്റ്റ് ഫില്ല് ചെയ്ത് വീണ്ടും താറിയതാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ചെറിയൊരു വിള്ളലുണ്ട് എന്നും പറയുന്നത്. അപ്രോച്ച് റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ ഭാഗത്ത് ചെറിയ വിള്ളലുണ്ട് എന്നൊക്കെ, കോൺക്രീറ്റ് അല്ല, നമ്മൾ RI പാനലിൻ്റെ ഭാഗത്ത് ചെറിയ രീതിയിൽ വിള്ളലുകളുണ്ട് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളത് കണ്ടിട്ടില്ല, ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തും. അപ്പോൾ അടുത്ത നമ്മളെ മൂരാടാണ്. മൂരാട് ഭാഗത്തും പാലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നല്ല വിള്ളലുണ്ടായിരുന്നു. അത് നമ്മൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വിള്ളൽ നമ്മളെ വീഡിയോ ആദ്യം തന്നെ നമ്മളത് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ എന്തായാലും പല ആളുകളും ആ സമയത്ത് ഇവിടെയുള്ള നാട്ടുകാർ പോലും അത് വിള്ളലല്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ആ വിള്ളലൊക്കെ ഇവിടെ ഇപ്പം മണ്ണെടുത്തതിന് ശേഷം താറിങ് ചെയ്ത് അത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ മൂരാട് പാലത്തിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സാണിത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതിനിടയിൽ ജസ്റ്റ് നേരത്തെ മാങ്ങൂൽപ്പാറയുടെ ഭാഗത്ത് പാറ പൊട്ടിച്ച ഒരു പ്രദേശം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ പൊട്ടിക്കുന്ന ആ ഒരു കാഴ്ച കൃത്യമായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി ആ സമയത്ത് നമ്മൾ ഡ്രോൺ മൂരാട് ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന ആ സമയത്താണ് ഇതിൻ്റെ സ്ഫോടനം ഉണ്ടായത്. നമുക്ക്
അത് അൺഎക്സ്പെക്റ്റഡായിട്ട് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പൊട്ടിക്കുന്നൊരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പഴയ സിമെൻറ്റിൻ്റെ ഒക്കെ ഗോഡൗണാണ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇരിങ്ങപ്പാറയുടെ അവശിഷ്ടങ്ങളാണ്. അപ്പോൾ അതിനിടയിൽ പാറ പൊട്ടിക്കുന്ന സമയത്ത് വാഹനങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിച്ചുകൊണ്ടാണ് ഇവിടെ പാറ ഇപ്പോൾ വാകാട് പൊട്ടിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വാഹനങ്ങൾ നിർത്തിയിടുകയും സ്റ്റോപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ അതേപോലെ അതേമാതിരി വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഇതിനകത്തുള്ള എല്ലാ സപ്പോർട്ടിങ് ഓപ്ഷനും കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.